അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഈ പാട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വലിയൊരു അപകടം തന്നെയാണ് ഈ പറഞ്ഞിട്ട്. ഈ പാടിയത് വലിയൊരു അപകടം തന്നെയാണ്. മുർത്തദായി പോകും. അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ഈ ഒരു ഗാനം കേട്ടപ്പോൾ, ഈ ഒരു പാട്ട് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തധികം വിഷമം തോന്നി. പണ്ഡിത വേഷം ധരിച്ച സുന്നികളെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം മുർത്തദായി പോകുന്ന രീതിയിലുള്ള പാട്ട്, അതും സുന്നികളെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളിൽ നിന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് 10,000-കണക്കിന് ആളുകളത് കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. പലരും പാട്ടിൻ്റെ ഈണവും രീതിയും അതിൻ്റെ ശൈലിയും കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കടിക്കുന്നവരൊക്കെയാണ്. അറിയാത്തത് കൊണ്ടായിരിക്കാം. ആ പാട്ടിൽ പറയുന്ന ആശയം തന്നെ മുർത്തദായി പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആശയമാണ് ആ പാട്ടിൽ തന്നെ ഉൾക്കൊള്ളുന്നത്. 313 ബദരീങ്ങൾക്ക് ഞാനൊരാൾ മതി എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹി ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർക്ക് വരെ വെറുപ്പുണ്ടാക്കുന്ന, ബഹുമാനപ്പെട്ടവന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വ്യക്തിയെ വിളിച്ച് ചിലപ്പോൾ ബഹുമാനപ്പെട്ടവർ തന്നെ നല്ല നിലക്ക് വഴക്ക് പറയുകയും അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഒരു മഹാനിക്കും പൊരുത്തണ്ടാകൂല. കാരണം ബദരീങ്ങളിൽ ഒന്നാമൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. രണ്ടാമനായിട്ടുള്ളത് ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ് മറ്റു അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാണ്. പിന്നെ ബദരീങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ 313 ബദരീങ്ങൾക്ക്, അല്ലെങ്കിൽ 313-ലേറെ വരുന്ന ബദരീങ്ങൾക്ക് താൻ ഒരാൾ മതിയെന്ന് അദ്ദേഹം സ്വന്തം തന്നെ ഉണ്ടാക്കി സയ്യിദുല്ലാഹിൻ്റെ മേൽ വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ സയ്യിദുല്ലാഹിൻ്റെ മദ്ഹ് പറഞ്ഞ് അങ്ങേയറ്റം മുർത്തദായി പോകുന്ന കലാമ് വരെ പ്രചരിപ്പിച്ച് പൊതു സോഷ്യൽ മീഡിയയിൽ പറയുകയും അത് ഏറ്റെടുത്ത് ഒരുപാട് ആളുകൾ അറിയാത്തതിൻ്റെ പേരിലാവാം പലരും അതെടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുക. പൊതുവെ ഉള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ എപ്പോഴും സിയാർത്ത് ചെയ്യുന്ന ആളാണ്. ഞാനും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ എപ്പോഴും മടവൂർ സിയാർത്ത് ചെയ്യുന്ന ആൾ തന്നെയാണ്. സയ്യിദുല്ലാഹി ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ മഹാനാണ്. നമുക്കൊക്കെ ആ വിശ്വാസത്തിൽ തന്നെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലികാരൊക്കെ ഉള്ളത്. പക്ഷേ ഇത്തരം രീതിയിൽ ഓരോ മഹാന്മാർക്ക് ഓരോ ദറജയുണ്ട്. അത് കരുതി അവരെ മഹത്വം വൽക്കരിക്കാൻ മറ്റു പ്രമുഖരായ ആളുകളെക്കാൾ വലിയ ആളെന്ന് പ്രചരിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ബദരീങ്ങളെക്കാൾ, ബദരീങ്ങൾ ഒന്നാമൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവരെക്കാൾ ഒന്നാമനായിട്ട്, ഇവരെക്കാൾ മുകളിലാണ് ഈ 313 ബദരീങ്ങൾക്ക് പകരക്കാരനായി ഞാൻ ഒരാൾ മതിയെന്നുള്ള രീതിയിൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോകുന്ന ലഫ്ദ് ഉപയോഗിച്ച് പാട്ടുപാടുമ്പോൾ അദ്ദേഹത്തെ നമ്മളൊക്കെ തിരുത്താൻ ശ്രമിക്കണം. അദ്ദേഹം ആരാണ്? ആലിമാണോ? ആലിമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൽമ് നാഫിയായ രീതി, എനിക്ക് തോന്നുന്ന നാഫിയായ ഇൽമിൻ്റെ ഒരു അഹ്ലികാരനാണെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പാട്ടോ മദ്ഹ് ഗാനങ്ങളോ ഒരിക്കലും വരികയില്ല. മദ്ഹ് പാടാൻ കഴിയുമെന്ന് കരുതി, തൻ്റെ ശൈലിയിൽ ഈണമുണ്ടെന്ന് കരുതി എന്തും പാടാമെന്ന് ആരും കരുതണ്ട. ഇത് ജനങ്ങൾ ഭയപ്പിക്കാനും ജനങ്ങൾ ഒരുപാട് വൈകേറിലാക്കാനും അത് കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് തന്നെ വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുന്ന രീതിയിലും മറ്റുള്ളവർ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ പാട്ടുകൊണ്ട് ഉപകാരപ്പെടും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ മറ്റും പല ആളുകൾ അയച്ചു തന്നിട്ടും മറ്റൊക്കെ കേട്ടിട്ടുണ്ട്. പലരും പരിധിക്ക് പുറത്ത് അപകടം വരുത്തുന്ന, മുർത്തദായി പോകുന്ന ലഫ്ളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടൊക്കെ വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഇതൊക്കെ ലൈക്കടിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തോട് ചിലപ്പം പറഞ്ഞാൽ ചിലപ്പം മാറ്റമുണ്ടാവും തോന്നുന്നില്ല. മുമ്പും പല പണ്ഡിതന്മാരും ഉപദേശിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ
വീഡിയോകളും പാട്ടുകളും ഒക്കെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടകരമായ വാക്കുകളായിരിക്കും പല പാട്ടുകളിലും കണ്ടുവരുന്നത്. അത് നമുക്ക് എതിർക്കാതിരിക്കാൻ വയ്യ. ഔലിയാക്കന്മാരെ മുഹിബ്ബീങ്ങളായ മഹാന്മാരെ സ്നേഹിക്കുന്ന നമുക്കൊക്കെ ബദരീങ്ങളെക്കുറിച്ച് ഈ രീതിയിൽ പറയുമ്പോൾ അത് സി.എം. വലിയുള്ളാഹിക്ക് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിലുള്ള പാട്ടുകൾ ഷെയർ ചെയ്യുന്നവരും വളരെയധികം അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കണം. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ രസമുണ്ട്, അത് ഈണമുണ്ടെന്ന് കരുതി പെട്ടെന്ന് ഷെയർ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ലൈക്കടിച്ച് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം ഓരോ പാട്ടുകളുടെയും അതിൽ ആശയങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് ഷെയർ ചെയ്യാവൂ, അതിൽ ലൈക്കടിച്ച് പ്രോത്സാഹനം കൊടുക്കാവൂ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയ്ക്ക് യോജിക്കാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ പാട്ടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും തള്ളേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണ്. അത് മുസ്ലിം സമൂഹത്തിന് അതുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടാക്കുക. അസ്ഹാബുൽ ബദരീങ്ങൾ വളരെയേറെ നിസാരപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുള്ളത്. ബദരീങ്ങളുടെ മഹത്വത്തെ വളരെ കൊച്ചാക്കി കാണിക്കുന്ന, അവരെ വളരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ളൊരു പാട്ടാണ്. ബുദ്ധിയുള്ള എല്ലാവർക്കും ഈ പാട്ടിൻ്റെ ആശയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി. ഇതിനെന്ത് ന്യായീകരണമായിട്ട് വന്നാലും ഇത് ബദരീങ്ങളെ നിസാരപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. സൈഫുലുല്ലാഹി ഖുദ്സുല്ലാഹു സിറഹുൽ അസീസ് വലിയ മഹാനാണ്, വലിയ സൂഫി വര്യനാണ്. പക്ഷേ അദ്ദേഹത്തിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ബദരീങ്ങൾ ഒരിക്കലും കൊച്ചാക്കി കാണിക്കുക. ഒരു ആലിമ് പോയിട്ട് ഒരു സാധാരണക്കാരന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വാക്കുകളിലൂടെ ബദരീങ്ങളെ നിസാരപ്പെടുത്തുന്ന ഇത്തരം ആളുകളെ വീഡിയോകളും മറ്റൊന്നും നമ്മൾ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ അത് പ്രോത്സാഹനം നൽകാനോ നമ്മൾ നിൽക്കരുത്. അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവരെ എതിർക്കപ്പെടേണ്ടതും ഒരു സോഷ്യൽ മീഡിയയിലാണ് അത് പ്രചരിപ്പിക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ തന്നെ കൂട്ടമായി തന്നെ ഇത്തരം ആളുകൾക്കെതിരെ നല്ല പ്രതിഷേധം നമ്മൾ നടത്തണം. യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ വഴികളല്ല ഇതൊന്നും. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അപകടത്തിലേക്ക് എത്തിക്കുന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഗാനങ്ങളാണ്. ബദരീങ്ങളെ മഹത്വം ഇദ്ദേഹത്തിന് എനിക്കറിയില്ല, ബദരീങ്ങൾ ആരാണെന്ന് പോലും അറിയുന്നില്ല. ബദരീങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളും തന്നെ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാരും തന്നെ ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ അംഗീകരിക്കാനോ ആരും തന്നെ പാടുന്ന വാക്കുകളോ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാനോ കഴിയുന്ന വേർഡുകളല്ല ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ബദരീങ്ങളുടെ മഹത്വം അത് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിൽ ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനം കൂടുതലുള്ള ആളുകളുമാണ് അസ്ഹാബുൽ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അവരെ നിസാരപ്പെടുത്താനല്ലാതെ ഈ നിസാരപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. ഒട്ടനവധി ഗാനങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ വിഡ്ഢിത്തങ്ങളും അതുപോലെ ഇസ്ലാമിന് യോജിക്കാത്ത പല ലഫ്ലുകൾ ഉപയോഗിച്ചുകൊണ്ടും പല വേർഡുകൾ ഉപയോഗിച്ചും പാട്ടുകൾ പാടുന്നുണ്ട്. അതെല്ലാം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ പാട്ട് രസമുണ്ടെന്ന് വിചാരിച്ച് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താൽ നിങ്ങളും വലിയ അപകടത്തിൽ തന്നെയാണ് ചെന്നെത്തുക. കാരണം അത് പ്രചരിപ്പിച്ച് എന്നുള്ളൊരു കുറ്റം അത് നിങ്ങളുടെ മേലുണ്ടാകും. അള്ളാഹു ഇത്തരം കള്ളന്മാരുടെയും ഇത്തരം വ്യാജന്മാരുടെയും ഇത്തരം പുത്തൻ പ്രസ്ഥാനക്കാരെ കള്ളത്തരീക്കത്തുകാരെയൊക്കെ ഷെറിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.